ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് മുരിങ്ങക്കായും തക്കാളിയും കൊണ്ട് തൈരും തേങ്ങയും ചേർത്തരച്ചൊരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 4 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട്. വലുതായതുകൊണ്ട് പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 4 മുരിങ്ങക്കായാണ് എടുത്തത്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ തക്കാളിയും മുരിങ്ങക്കായും മുറിച്ച് വെക്കാൻ ആവശ്യമായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് കഷ്ണത്തിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് എപ്പം പറയുന്ന പോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുരിങ്ങക്കായും തക്കാളിയും വേവാൻ ആവശ്യമായ വെള്ളം നമ്മൾക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ വേവുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് അതിന് അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തതാണ് 5 പച്ചമുളക്. അത് നമ്മൾക്ക് എരിവിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നതാണ് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇതിലേക്ക് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നതാണ് മഞ്ഞൾപ്പൊടി ഞാൻ കഷ്ണം വേവിക്കുന്നതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരക്കുന്ന സമയത്ത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നതാണ് തൈര് നമ്മൾക്ക് എത്രയാണോ പുളി ആവശ്യമായത് ആ രീതിക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ 1/2 ലിറ്റർ തൈരാണ് ഒഴിച്ച് വെച്ചത്. അപ്പോൾ ഇത് പുളി കൂടുതലാണെങ്കിൽ ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ ഒഴിച്ച് കൊടുക്കൂ. അപ്പോൾ പുളി കുറവാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ തേങ്ങയുടെ കൂടെ തൈര് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി പുളി കുറവുണ്ടായിരുന്നു കേട്ടോ തൈരിന്. അതുകൊണ്ട് തൈര് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പുളിക്കനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടി വേണമല്ലോ. അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു ഉപ്പ്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കരുത് കേട്ടോ. ഇത് നന്നായി ഒന്ന് ചൂടാവുന്നത് വരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വറവിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. ഒരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കടുക്. പിന്നെ എടുത്തത് 1/4 ടീസ്പൂൺ ഉലുവ, വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയുമാണ് വറവിടാൻ വേണ്ടിയുള്ള സാധനങ്ങൾ. അപ്പോൾ തേങ്ങ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കറിയും തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത് കേട്ടോ. ഇത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മൾക്ക് ഒന്ന് കടുകും വറ്റൽമുളകും പിന്നെ ഉലുവായും എല്ലാം കൂടി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ വറവ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായും തക്കാളിയും തൈരും തേങ്ങയും ചേർത്ത് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മുരിങ്ങക്കായ് ഏത് കറിയിൽ ചേർത്താലും നല്ലൊരു ടേസ്റ്റാണല്ലോ. അതുപോലെ തന്നെ മുരിങ്ങക്കായ് കൂടുതൽ ആണ് ഈ കറിയിലുള്ളത്. തക്കാളി 2 എടുത്തിട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ കറിക്ക് നന്നായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി ഇല്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.